ടി.പി. ചന്ദ്രശേഖരൻ വധക്കേസ് പ്രതികളെ പുറത്തെത്തിക്കാൻ അസാധാരണ നടപടിയുമായി ജയിൽ വകുപ്പ്. പ്രതികളെ വിടുതൽ ചെയ്താൽ ആഭ്യന്തര സുരക്ഷാ പ്രശ്നം ഉണ്ടാകുമോ എന്ന് അറിയിക്കണമെന്നാവശ്യപ്പെട്ട് ജയിൽ വകുപ്പ് മേധാവി സെൻട്രൽ ജയിൽ സൂപ്രണ്ടുമാർക്ക് കത്തയച്ചു. എന്നാൽ പ്രതികളുടെ വിവരങ്ങൾ തേടുന്നതിന്റെ ഭാഗമായി മാത്രമാണ് കത്ത് നൽകിയതെന്നാണ് ജയിൽ വകുപ്പ് മേധാവി ബൽറാം കുമാർ ഉപാധ്യായയുടെ വിശദീകരണം. വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന് ഡാൻ കുര്യൻ ചേരുന്നുണ്ട്. ഡാൻ, 20 വർഷത്തേക്ക് പ്രതികളെ വിട്ടയക്കരുതെന്ന ഹൈക്കോടതിയുടെ ഉത്തരവ് നിലനിൽക്കെയാണ് സർക്കാരിൻ്റെ ഭാഗത്ത് ഇത്തരമൊരു ഇടപെടൽ ഉണ്ടായിരിക്കുന്നത്. അതായത് തുടക്കം മുതൽ തന്നെ പ്രതികളെ രക്ഷിക്കാൻ വേണ്ടി, അവരെ പുറത്തെത്തിക്കാൻ വേണ്ടിയുള്ള പല ശ്രമങ്ങളും സർക്കാരിൻ്റെ ഭാഗത്തുനിന്നുണ്ടായതാണ്. എന്താണ് ഈ കേസുമായി ബന്ധപ്പെട്ട് ജയിൽ വകുപ്പ് നൽകുന്ന വിശദീകരണം? ഡാൻ, കഴിഞ്ഞ ദിവസമാണ് ബൽറാം കുമാർ ഉപാധ്യായ ജയിൽ വകുപ്പ് മേധാവി സംസ്ഥാനത്തെ എല്ലാ സെൻട്രൽ ജയിൽ സൂപ്രണ്ടുമാർക്കും അതോടൊപ്പം വിയ്യൂർ അതിസുരക്ഷാ ജയിൽ സൂപ്രണ്ടിനും ഇത്തരത്തിൽ ഒരു കത്തെഴുതിയിരിക്കുന്നത്. അതിൽ ഈ ടി.പി. കേസ് പ്രതികൾക്ക് വിടുതൽ നൽകുന്നതിന് ഏതെങ്കിലും തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടോ, ആഭ്യന്തര പ്രശ്നങ്ങൾ ഉണ്ടോ എന്നാണ് പരാമർശിച്ചിരിക്കുന്നത്. അവിടെ വിടുതൽ എന്ന വാക്ക് ഉപയോഗിച്ചിരിക്കുന്നതാണ് വലിയ വിവാദങ്ങൾക്ക് വഴിവെച്ചിരിക്കുന്നത്. അതായത് ഇത് പരോൾ നൽകുന്നതിന് വേണ്ടിയാണോ വിട്ടയക്കുന്നതിന് വേണ്ടിയാണോ ഇങ്ങനെയൊരു ക്ലോസ് ഉപയോഗിച്ചത് എന്ന കാര്യത്തിലാണ് അവ്യക്തത. അതേസമയം സംഭവം വിവാദമായതോടെ ജയിൽ വകുപ്പ് മേധാവി തന്നെ വ്യക്തമാക്കിയിരിക്കുന്നത് ഇത് ഈ ആഭ്യന്തര പ്രശ്നങ്ങൾക്ക് വഴിവെക്കുമോ എന്ന് അറിയാൻ സ്വാഭാവികമായ ഒരു നടപടിയുടെ ഭാഗമായി ജയിൽ സൂപ്രണ്ടുമാർക്ക് ഇത്തരത്തിൽ കത്തയച്ചതാണ് എന്നാണ്. അതിനപ്പുറത്തേക്ക് അവരെ വിട്ടയക്കുന്നതിനെ കുറിച്ച് ആലോചിച്ചിട്ട് പോലും ഇല്ല എന്നും അദ്ദേഹം വിശദീകരണവുമായി രംഗത്തെത്തിയിട്ടുണ്ട്. അതേസമയം സമാനമായ തരത്തിൽ, അതായത് ടി.പി. കേസ് പ്രതികൾക്ക് പരോൾ നൽകാൻ നേരത്തെയും നീക്കങ്ങൾ നടന്നിരുന്നു. അതിനെതിരെ വലിയ തരത്തിൽ വിമർശനം രൂക്ഷമായ പശ്ചാത്തലത്തിലാണ് ആ നടപടി മരവിപ്പിക്കുന്ന സാഹചര്യം നേരത്തെ ഉണ്ടായത്. അതിനിടയിലാണ് ജയിൽ വകുപ്പ് മേധാവിയുടെ ഭാഗത്തു നിന്ന് ഇത്തരം ഒരു നീക്കം ഉണ്ടായിരിക്കുന്നത്. നേരത്തെ ഇത്തരത്തിൽ ഈ കുറ്റവാളികളെ വിട്ടയക്കുന്നതും എന്തെങ്കിലും തരത്തിലുള്ള ആഭ്യന്തര പ്രശ്നങ്ങൾക്ക് വഴിവെക്കുമോ എന്ന കാര്യത്തിൽ അന്വേഷണം നടത്തുന്നത് സാധാരണയായി സംസ്ഥാന പോലീസും അതോടൊപ്പം രഹസ്യാന്വേഷണ വിഭാഗവുമാണ്. അങ്ങനെയിരിക്കെ ജയിൽ വകുപ്പ് മേധാവി എന്തുകൊണ്ട് ഇത്തരത്തിലൊരു നീക്കവുമായി രംഗത്തെത്തി എന്നതിലാണ് അവ്യക്തത നിലനിൽക്കുന്നത്. അതുമായി ബന്ധപ്പെട്ട് വലിയ തരത്തിലുള്ള വിമർശനങ്ങൾ ഉയർന്നു തുടങ്ങിയിട്ടുണ്ട്. അതായത് ജയിൽ വകുപ്പ് മേധാവി സമ്മർദ്ദത്തിന് വഴങ്ങി ഇത്തരത്തിലൊരു നീക്കം നടത്തുകയായിരുന്നു എന്ന വിമർശനമാണ് ഉയരുന്നത്. അതേസമയം ഇതിൽ അസ്വാഭാവികമോ അസാധാരണമായ ഒരു നടപടികളും ഇല്ല എന്ന വിശദീകരണവുമായാണ് ജയിൽ മേധാവി ബൽറാം കുമാർ ഉപാധ്യായ രംഗത്തെത്തിയിരിക്കുന്നത്. പക്ഷേ ഡാൻ, ഇവിടെ ഒരു അസാധാരണ നടപടിയായി തോന്നിയത്, ഒന്ന് ഡാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ വിടുതൽ എന്ന ഒരു പരാമർശം, രണ്ടാമത്തേത് ഈ പ്രതികൾ കഴിയുന്ന ജയിലിലെ സൂപ്രണ്ടുമാർക്ക് മാത്രം കത്തയച്ചാൽ മതി. പക്ഷെ എന്തിനാണ് എല്ലാ സെൻട്രൽ ജയിൽ സൂപ്രണ്ടുമാർക്കും ഈ രീതിയിൽ കത്തയച്ചത്? അതിലൊരു വ്യക്തത വരുത്തേണ്ടത് ജയിൽ വകുപ്പ് മേധാവിയാണ്. അദ്ദേഹം ഇതുമായി ബന്ധപ്പെട്ട് ഇതിനോടകം നടത്തിയിരിക്കുന്ന ഒരു പ്രതികരണം ഇതൊരു നടപടിക്രമത്തിൻ്റെ ഭാഗമായി, അതായത് ഇത്തരത്തിൽ ഈ ഏതെങ്കിലും തരത്തിൽ ക്രമസമാധാന പ്രശ്നങ്ങൾ, ആഭ്യന്തര പ്രശ്നങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് ഉണ്ടാകുമോ എന്ന് അറിയുന്നതിന് വേണ്ടി മാത്രമാണ് ഇത്തരമൊരു നീക്കം. പ്രതികളുടെ വിവരങ്ങൾ തേടുന്നതിൻ്റെ ഭാഗമായി ഇങ്ങനെയൊരു കത്തയക്കുക മാത്രമാണ് ഉണ്ടായത്. അതിനപ്പുറത്തേക്ക് അതിൽ അസ്വാഭാവികതകൾ ഒന്നുമില്ല എന്നൊരു നിലപാടിൽ അദ്ദേഹം ഉറച്ചു നിൽക്കുകയാണ്. പക്ഷേ അത് തന്നെയാണ് ഈ സംശയങ്ങൾക്ക് വഴിവെക്കുകയും ചെയ്തിരിക്കുന്നത്. അതായത് ഈ പറയപ്പെടുന്ന ജയിൽ, ഈ പ്രതികൾ കഴിയുന്ന തൃശ്ശൂർ, കണ്ണൂർ, അതോടൊപ്പം മറ്റൊരു ജയിൽ, ഇങ്ങനെ 3 ജയിലുകളായാണ് ടി.പി. കേസ് പ്രതികളെ പാർപ്പിച്ചിരിക്കുന്നത്. ആ 3 ജയിലുകളിലെ സൂപ്രണ്ടുമാർക്ക് കത്തയക്കുന്നതിന് പകരം എല്ലാ ജയിൽ സൂപ്രണ്ടുമാർക്കും കത്തയച്ചതിന് പിന്നിലെ ചേതോവികാരം എന്ത് എന്നതിലാണ് ഈ സംശയം നിലനിൽക്കുന്നത്. അതുമായി ബന്ധപ്പെട്ട് തന്നെയാണ് ടി.പിയുടെ വിധവ കെ രമ ഉൾപ്പെടെ വിമർശനം ഉന്നയിച്ചുകൊണ്ട് രംഗത്തെത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായിരിക്കുന്നത്. ഇത് രാഷ്ട്രീയമായി വലിയ തരത്തിൽ വിമർശനങ്ങൾ ക്ഷണിച്ചു വരുന്ന ഒരു നടപടിയായി വ്യാഖ്യാനിക്കപ്പെടുന്ന സാഹചര്യമാണ് നിലവിൽ. തീർച്ചയായും ഈ പ്രതിപക്ഷത്തിൻ്റെ പ്രതികരണം ഈ സംഭവവുമായി ബന്ധപ്പെട്ട് പുറത്തു വന്നിട്ടുണ്ട്. കാരണം തുടക്കം മുതൽ തന്നെ ഈ കേസ് അട്ടിമറിക്കാനുള്ള നീക്കമുണ്ടാകുന്നു, പ്രതികളെ രക്ഷിക്കാനുള്ള നീക്കമുണ്ടാകുന്നു. ടി.പിയുടെ വിധവ കെ രമ MLA ഈ വിഷയത്തിൽ ശക്തമായി പ്രതിഷേധവുമായി രംഗത്തെത്തിയതാണ്, സർക്കാരിനെതിരെ ആഞ്ഞടിച്ചതാണ്. പക്ഷേ ഈ വിഷയത്തിൽ പ്രതിപക്ഷത്തിൻ്റെ നീക്കം എന്തായിരിക്കും? കാരണം ജയിൽ വകുപ്പ് ഇങ്ങനെ വഴിവിട്ട സഹായം പ്രതികൾക്ക് വേണ്ടി, കൊലക്കേസ് പ്രതികൾക്ക് വേണ്ടി ചെയ്യുമ്പോൾ പ്രതിപക്ഷം ഇതിനെ എങ്ങനെയായിരിക്കും നേരിടാൻ പോവുക? ഡാൻ, ഇതിലെടുത്തു പറയേണ്ട കാര്യം, തദ്ദേശ തെരഞ്ഞെടുപ്പ് അടുത്തു വരികയാണ്. അതിനിടയിലാണ് ഇങ്ങനെയൊരു നീക്കം ജയിൽ വകുപ്പിൻ്റെ ഭാഗത്തുനിന്നുണ്ടാകുന്നത്. അതുകൊണ്ട് തന്നെ
ഇത് കൊലപാതക രാഷ്ട്രീയത്തെ പ്രേരിപ്പിക്കാനുള്ള ഒരു ശ്രമമാണ് ഉണ്ടാകുന്നത് എന്ന തരത്തിൽ വലിയൊരു രാഷ്ട്രീയ ആയുധമാക്കി വ്യാപകമായ പ്രചാരണത്തിന് തയ്യാറെടുപ്പുകൾ നടത്തുന്ന തരത്തിലാണ് പ്രതിപക്ഷത്തിൻ്റെ പ്രതികരണം. KPCC അധ്യക്ഷൻ ഉൾപ്പെടെ അത്തരത്തിലുള്ള പ്രതികരണമാണ് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് നടത്തിയിരിക്കുന്നത്. കടുത്ത വിമർശനം ഉന്നയിച്ചുകൊണ്ട് KK രമയും രംഗത്തെത്തിയിട്ടുണ്ട് ഈ നീക്കത്തിനെതിരെ. ഇനി അറിയാനുള്ളത് ഈ വിവാദങ്ങൾ ഇങ്ങനെ തുടരുമ്പോൾ ഈ ശ്രമവുമായി ഈ നടപടികളുമായി ജയിൽ വകുപ്പ് മുമ്പോട്ട് പോകുമോ എന്ന കാര്യത്തിൽ മാത്രമാണ് ഇനി വ്യക്തത കൈവരാനുള്ളത്. വ്യക്തമാണ്. തിരുവനന്തപുരത്ത് നിന്ന് ഡാൻ കുര്യനാണ് വിവരങ്ങൾ നൽകിയത്.